വജ്ര രചന ഹേമാനവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ് സിഗ്നലി കരിക്കാട് കാണിൻ്റെ 7.8 കിലോമീറ്റർ അകലെയുള്ള ടവറിനിലാണ് കാണിക്കുന്നത്. സോ ഏതാണ്ട് ആ റൂട്ട് എവിടെ അവരുണ്ടാവണം. പറഞ്ഞു നിർത്തും മുമ്പേ ജീപ്പ് എടുക്കാൻ നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്ന അനന്തൻ അവർക്ക് ആപത്തൊന്നും വരാതിരിക്കട്ടെ, ഞങ്ങൾ ഇറങ്ങാൻ അവർ തേടി, ബാക്കിയൊക്കെ വന്നിട്ട് പോകും മുമ്പേ എല്ലാവരെയും നോക്കിയ ശേഷം ജീപ്പിലേക്ക് അയാൾ കയറിയതും മാത്യൂസിനരിയിലേക്ക് ഓടിയെത്തിയിരുന്ന അനിയന്മാർ. അച്ഛാ, ക്ഷീണം ചേർത്തിട്ട് വീടവിടെ അടുത്തല്ലേ, മുക്കും മൂലയും ഷോർട്ട് കട്ടുകളും വരെ ഏർത്തിയുടെ ആൾക്കാർക്ക് അറിയാണ്ടിരിക്കില്ല. വാ നമുക്കിറങ്ങാം. നമ്മുടെ ചെക്കനെ തൊട്ടവനെ സ്വർഗം കാണിച്ചിട്ടേ ഇനി തിരിച്ചു വരാൻ പാടുള്ളൂ. പോലീസുകാർ അവർക്ക് ആവും നോക്കട്ടെ, നമുക്ക് നമ്മുടെ വഴിയില്ലേ. മാത്യൂസിനെ കൂടി പുറത്തേക്ക് വിടാൻ തുടങ്ങിയായിരുന്നു അവരപ്പോഴേക്കും. ജതിൻ, പേടിക്കരുത്, ഞങ്ങൾ കൊണ്ടുവരും നമ്മുടെ മക്കളെ. വരും വരെ ഇവരോടൊപ്പം ധൈര്യമായിട്ടുണ്ടാവണം. ജതിന്റെ കൈ പിടിച്ച് ചിത്രയും നോക്കി പ്രണവിന്റെ അച്ഛനോടും കണ്ണുകൾ കൊണ്ട് ധൈര്യം പകർന്ന് മുന്നോട്ട് നടക്കുമ്പോൾ അനിയന്മാരുടെ ജീപ്പിന്റെ ബാക്ക് സീറ്റിലേക്ക് ഓടിക്കയറുന്ന ബഷീറിനെ കണ്ട് മാത്യൂസ് നോവോടൊന്ന് ചിരിച്ചു. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ആത്മസുഹൃത്തുക്കളാണവർ. പാതി വഴിയിൽ ഇട്ടേച്ചു പോകുന്ന എങ്ങനെയാണല്ലേ. വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകുമ്പോൾ മുൻവശത്തെ വരാന്തയിൽ നിന്ന് പ്രണവിന്റെ മുത്തശ്ശൻ ജഗന്നാഥൻ ഇടനെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു കണ്ണീരോടെ. കാട്ടുചോലയിലെ വെള്ളം ആർത്തിയോടെ കുടിക്കുന്നവളെ എബിയും പ്രണവും കിതപ്പോരിതിലാക്കാൻ ശ്രമിക്കുന്നതിനിടെ ദയനീയമായി നോക്കി. നന്നേ തളർന്നിട്ടുണ്ടവൾ. എപ്പോൾ തുടങ്ങിയ ഓട്ടമാണ്. വെളിച്ചം പരന്നിട്ടും ദിക്കേതെന്നറിയാതെ ദിശയേതെന്നറിയാതെ അലഞ്ഞൊടുവിൽ ഇനിയൊരടി പോലും അനങ്ങാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ് കുഴഞ്ഞു നിൽക്കുകയാണവൾ. വായിലേക്ക് പാർത്തുന്ന വെള്ളം അമൃതുപോൽ ജീവൻ നിലനിർത്തുമെന്ന് തോന്നി. എബിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. വീണ്ടും വീണ്ടും വെള്ളം കുടിച്ച് വിഭ്രാന്തി പോലെ തളർന്നു വീഴാനൊരുങ്ങി അവളെ വിതുമ്പലോടെയാണ് നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചത്. പ്രണവ് കണ്ണുകൾ അമർത്തി തുടച്ച് അവർക്കരികിലേക്ക് വന്നിന്ന് ആളുടെ നെറുകയിൽ തലോടി. എബി, പ്രണവ്, എനിക്കിനി വയ്യ, ഒരടി നടക്കാൻ വയ്യ, നമുക്ക് ഇത്തിരി നേരം ഇവിടെ. പറഞ്ഞതിന് മുമ്പേ ആളെ കുഞ്ഞു പാറയിലേക്ക് ചായച്ചിരുത്തി എബി. രക്ഷപ്പെട്ടു എന്ന് കരുതാൻ പറ്റില്ല എബി. ഇതിപ്പോൾ എവിടെയാണെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയാതെ ഇനിയും ചതുപ്പ് നിലങ്ങളും വാരിക്കുഴികളും അങ്ങനെ നമ്മൾക്കറിയാത്ത ഒത്തിരി അപകടങ്ങളും ഉണ്ടാവും ഇവിടെ. ഇതുവരെ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടത്. എങ്ങനെയെങ്കിലും ഇതിന് അവസാനം കണ്ടേ പറ്റൂ. കാടിന് പുറത്തേക്ക് ദിക്കണ്ടെത്താതെ എങ്ങോട്ടെന്നില്ലാതെ ഓടിയിട്ട് കാര്യമില്ല. കിതപ്പും പരവേശവും ഇനിയും അടങ്ങാതെ ആഞ്ഞു ശ്വാസം വലിക്കുന്നവളെ അലിവോടെ നോക്കി. ആ കഴുത്തിൽ ചുറ്റിയ സ്കാഫ് എടുത്ത് അവളുടെ നെറുകയും മുഖമൊക്കെ തുടച്ചു കൊടുക്കുന്നതിനൊപ്പം പ്രണവത് പറയുമ്പോൾ വജ്രയ്ക്ക് മറു സൈഡിലേക്ക് എബി അതേന്ന് തലയാട്ടിക്കൊണ്ട് ആവശ്യതയോടെ മുന്നോട്ടേക്ക് ആഞ്ഞ് കൈക്കൊമ്പിളിൽ വെള്ളമെടുത്ത് മുത്തി കുടിച്ചു. പതയെ നെറ്റി ഒളിഞ്ഞു. എന്തോ കണ്ടുകിട്ടിയ പോലെ ഞെട്ടലോടെ നിവർന്നിരുന്ന് ഇടതുവശത്തേക്ക് നോക്കി. നേരത്തെ ആലസ്യമായി കണ്ട കാഴ്ച കണ്ണിലേക്ക് വ്യക്തമായി പതിപ്പിച്ചു. മുഖം വിടർന്നു. വല്ലാത്തൊരു ഞെട്ടലോടെ ആൾ പ്രണവിനെ നോക്കി. പ്രണവ്, ഇത് കരിക്കാട് കാടാണ്, ദേ അത് കണ്ടോ? ആവേശത്തോടെ അവനത് പറഞ്ഞപ്പോൾ വജ്രയും പ്രണവും ഞെട്ടലോടെ അവൻ ചൂണ്ടിക്കാണിച്ച ദിശയിലേക്ക് നോക്കി. വലിയൊരു കുന്നാണ്. അതിന് ഏറ്റവും അറ്റത്ത് ഒരു കോഴിമുട്ട ഷേപ്പിൽ പാറ കാണുന്നുണ്ട്. ആ പാറയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെ ചിഹ്നം വലുതാക്കി വരച്ചു വെച്ചിട്ടുണ്ട്. പപ്പയുടെ എൽഡർബ്രദറിന്റെ വൈഫിന്റെ നാടാ ഇത്. നാഷണൽ ഹൈവേ കണക്ട് ചെയ്യുന്ന റോഡിന്റെ ഈ കാടിനരികിൽ അതിലൂടെ കടന്നു പോകാതെ വല്യമ്മയുടെ വീട്ടിലേക്ക് എത്താൻ പറ്റില്ല. എത്രയോ തവണ വന്നിരിക്കുന്നു. കാറിൽ നിന്ന് കുറച്ച് ദൂരത്തിലുള്ള ഈ കുന്ന് കാണുമ്പോൾ എന്നും ഓർത്തിരുന്നാണ് ഇത്രയും ഉയരത്തിൽ പോയി ആരിത് വരച്ചു, എങ്ങനെ വരച്ചു എന്നൊക്കെ. സത്യം, ഇത് കരിക്കാട് കാടാണ്. എനിക്കിപ്പോൾ എല്ലാം ക്ലിയറായി പ്രണവ്. ജെനി പറഞ്ഞു കേട്ട കാര്യങ്ങളിൽ ഇവരുടെ ഈ ഗ്യാങ്ങിന്റെ കേരളത്തിലെ പ്രധാന സംഗീതം ഇതാണെന്നൊരു സംശയം കൂടെ ഉണ്ടായിരുന്നു. അതെ, അത് ഇത് തന്നെയാണ്. അത്രയും നേരത്തെ അവശത മറന്ന് ചാടി എഴുന്നേറ്റ് എബി അത് പറയുമ്പോൾ പ്രണവിന്റെ ചുണ്ടിൽ ആശ്വാസത്തിന്റെ ചിരിയൊന്നു തീർന്നു. ഡാ, അപ്പൊ ഇനി ആ ഭാഗത്തേക്കാണ് നടക്കേണ്ടത്. വാ, നമുക്ക് എങ്ങനെയെങ്കിലും റോഡിലേക്ക് എത്തണം. വജ്രക്കരിയിലേക്ക് വന്നിന്ന് ആളെ താങ്ങി എഴുന്നേൽപ്പിച്ച് പ്രണവിനോടായി എബി പറയുമ്പോൾ ആൻ വല്ലാത്ത സമാധാനത്തോടെ ആശ്വാസത്തോടെ ധൃതിയിൽ തലയാട്ടി. വജ്ര, തളരല്ലേ. ആളുടെ കവളിൽ കൈവച്ച് ആ നെറ്റിയിലേക്കൊന്ന് അമർത്തിമുത്തി ചേർത്ത് പിടിച്ച് എബിയെ ക്ഷീണിച്ച പുഞ്ചിരിയോടെ അവളൊന്ന് നോക്കി. ശ്വാസം ആഞ്ഞൊന്ന് വലിച്ചെടുത്ത് ഊർജം ആവാഹിച്ച് പ്രണവിനോട് വേഗം വായെന്ന് പറയുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി. കാല് വലിച്ചാണെങ്കിലും എബിക്കൊപ്പം അവൾ മുന്നോട്ട് നടന്നു. ദൂരെ നിന്നെന്തോ ശബ്ദം കാതിലേക്ക് പതിച്ചപ്പോൾ മൂവരും ഒന്ന് വിറച്ചു. കിഷോറും സംഘവും തങ്ങൾക്ക് പുറകിൽ അധിക ദൂരത്തല്ലാതെ എത്തിയോ എന്ന സംശയം ചെറുതല്ലാത്ത രീതിയിൽ അവരെ ഭയപ്പെടുത്തി. ഒന്നാമതേ വല്ലാതെ തളർന്നു. ചെറുത്തുനിൽപ്പ് എത്രത്തോളം വിജയിക്കുമെന്നോ നീണ്ടു നിൽക്കുമെന്നോ അറിയില്ല. വജ്രയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. ആളെ സുരക്ഷിതമാക്കിയ ശേഷം ജീവൻ പോലും കുഴപ്പമില്ല. തന്നെയല്ലേ അവർക്ക് വേണ്ടൂ. പ്രണവിനെയും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവനില്ലാതെ ഒരു സന്തോഷം ഇനിയില്ല. ഭയമേറി. വേഗം നടക്ക്, ധൃതിയോടെ വിളിച്ചു പറഞ്ഞ് വജ്രയെയും ചേർത്ത് പിടിച്ച് ഓടുന്ന പോലെ നടക്കുമ്പോഴാണ് വലിയൊരു ശബ്ദം പുറകിൽ നിന്ന് ഉയർന്നത്. ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കിയ എബിയും വജ്രയും കണ്ട കാഴ്ചയിൽ വിറച്ചുപോയി. പ്രണവ്! അവരൊന്നിച്ച് ഉറക്കി നിലവിളിച്ചു പോയി. വലിയൊരു ചതുപ്പിലേക്ക് ആഴ്ന്നു പോകുന്ന പ്രണവ്
നിസ്സഹായതയോടെ കണ്ണു നിറച്ച് തങ്ങൾ നോക്കുന്ന അവനെ കണ്ട് എബിയും വജ്രയും വേയിച്ചുകൊണ്ട് ഓടി അടുത്തു. എബി അവളെയും കൊണ്ട് ഓട്, അവരിവിടെ എവിടെയോ എത്തി, ഓട്, ഓടാ. അകലെ നിന്നെങ്ങോ വീണ്ടും കേൾക്കുന്ന ശബ്ദങ്ങളിൽ പരിഭ്രാന്തനായി പ്രണവ് അലറുമ്പോൾ അതിനോളം ശബ്ദത്തിൽ അവന്റെ പേര് വിളിച്ച് കരയുകയായിരുന്നു വജ്ര. നീല, ഞാൻ ഈ കാട് കടക്കില്ല പ്രണവ്. മരിക്കുന്നെങ്കിൽ അത് ഈ ഞാൻ എന്തു വന്നാലും നിന്നെ വീതിക്ക് വിട്ടുകൊടുക്കില്ല എബി. കണ്ണീരോട് ആക്രോശിച്ചുകൊണ്ട് ചതുപ്പിന് സമാന്തരമായി കാണുന്ന രാക്ഷസമുള്ളിന്റെ മെത്തെന്ന പോലെ പരന്നു തിങ്ങി പൊങ്ങിയേൽക്കുന്നിടത്തേക്ക് അവൻ ഓടിയെടുത്തു. എബി, വേണ്ട വേണ്ട. അവിടെ നീണ്ടുകിടന്ന് ചുറ്റുപിണഞ്ഞിടക്കുന്ന ബലമേറിയ കാട്ടുവളി ചതുപ്പിലേക്ക് ഇട്ടുകൊടുക്കുക മാത്രമാണ് പ്രണവിനെ രക്ഷിക്കാനുള്ള ഏക വഴി. കൈത്തണ്ടയും വയറും കാലുകളും രാക്ഷസമുള്ള ചോരയിൽ കുതിർത്തെടുക്കും, ഉറപ്പാണത്. അത്രയ്ക്ക് മൂർച്ചയും വീര്യവും കൂടിയ മുള്ളുകളാണവ. പക്ഷെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. പ്രണവിന്റെ ജീവന് എബി അവന്റെ രക്തം ആ മുള്ളുകൾക്ക് പകരം നൽകി. അമ്മേ! ശക്തിയിൽ തനിക്ക് നേരെ വന്നു വീണ കാട്ടുവള്ളി പ്രണവ് പിടിച്ചെടുക്കുമ്പോൾ എബി വേദന സഹിക്കാനാവാതെ അലറി. പ്രണവ് കരഞ്ഞുകൊണ്ടാണ് വള്ളിയിൽ ഓരോ തവണയും പിടിച്ചു പൊങ്ങുന്നത്. വജ്രയുടെ അടങ്ങാത്ത കരച്ചിൽ. എബിയുടെ അവസ്ഥ കാണാനാകാതെ അവൾ മുട്ടുകുത്തിയിൽ നിലവിളിക്കുമ്പോൾ എബിയുടെ മനസ്സിൽ മുഴുവൻ പ്രണവ് ആദ്യമായി തന്നെ എബി എന്ന് വിളിച്ച വിളിയായിരുന്നു. മുള്ളുകൾ ഓരോന്നും വയറിനരിയിൽ ആഞ്ഞു കയറിയത് നിമിഷാർദ്ധത്തിലാണ്. അവളെ നോയിക്കോണേടാ. ജീവൻ പോകുമോ എന്ന ഭയത്താൽ പ്രണവിനോട് അത് പറയുമ്പോൾ വേദനയുടെ പരകോടിയിലേക്ക് എത്തിയിരുന്ന എബി. എബി! ചതുപ്പിൽ നിന്ന് കരകയറിയതും തളർച്ച ബാധിച്ച കാലുകൾ വലിച്ചെടുത്ത് ഓടിച്ചെന്ന് താഴെ വീണിടക്കുന്ന എബിയെ പിടിച്ചുയർത്തി നെഞ്ചോട് ചേർത്ത് അലറി കരഞ്ഞുകൊണ്ട് പ്രണവ് വിളിക്കുമ്പോൾ അവരെ പൊതിഞ്ഞുകൊണ്ട് വജ്രയും സർവ്വനിയന്ത്രണവും മറ്റ് കരയുന്നുണ്ടായിരുന്നു. തുളച്ചു കയറുന്ന അസഹനീയമായ വേദനയിലും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞു തുളുമ്പുന്ന കണ്ണീരോടെ, ഒതുക്കി വെക്കാനാവാത്ത ആത്മനിർവൃതിയോടെ പ്രണവിനെ നോക്കി എബി ചിരിച്ചു. വയറിന് താഴെ അധികം ആഴത്തിലല്ലെങ്കിലും തുളഞ്ഞു കയറിയ തടിച്ച മുള്ളുണ്ടാക്കിയ കുഴിഞ്ഞ മുറിവിൽ നിന്നും പൊത്തിപ്പിടിച്ച് ചോരൊലിച്ച കൈ വലിച്ചെടുത്ത് വജ്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രണവിന്റെ കൈക്കുള്ളിൽ നിന്നവൻ ആ തോളിലേക്ക് നെറ്റിമുട്ടിച്ചു. നീ എന്നെ എബിന്ന് വിളിച്ചു പ്രണവ്. അതും പറഞ്ഞ് കണ്ണുനീരിന്റെ ഒഴുക്ക് വീണ്ടും ബലപ്പെടുത്തി അവൻ വീണ്ടും ചിരിച്ചു. സഹിക്കാനായില്ല. നീറുന്ന നെഞ്ചിലേക്ക് ഒരു പിടി ഭാരം കൂടി അമർന്നു. പ്രണവ് വിരുമ്പിക്കൊണ്ട് തോളിൽ നിന്ന് മുഖമുഴത്തി എബിയുടെ കണ്ണിലേക്ക് നോക്കി. ഇനി നീ സ്നേഹിക്കോടാ, നിന്റെ പക്ഷിയെ പോലെ എന്നെ കൂട്ടുവാടാ, നിന്റെ ഉള്ളിലേക്ക് എന്നെ കൂടി. ആ ചോദ്യം നെഞ്ചിലേക്ക് 1000 രാക്ഷസമുള്ളിനെ കുത്തിയിറക്കിയതുപോലെ പിടഞ്ഞുപോയി പ്രണവ്. എബിയിലുള്ള വജ്രയുടെ പിടുത്തവും മുറുകി. മൂവരും പരിസരം പോലും മറന്നിരുന്നു. സാഹചര്യവും സന്ദർഭവും മറന്നിരുന്നു. ഉള്ളിൽ അതുവരെ നിറഞ്ഞാടിയ ഭീതിയുടെ പ്രകമ്പനം വിട്ടുമാറാതെ കിതക്കുകയായിരുന്നു 3 ഹൃദയവും. നിന്നെയുള്ള ജീവനേക്കാളേറെ സ്നേഹിച്ചു പോയതില് എനിക്കിപ്പോൾ അതിശയോ അത്ഭുതവും ഇല്ല ബി. നിന്നെ സ്നേഹിച്ചു പോവുകടാ ആരും. ഞാനൊരു തെറ്റായിരുന്നടാ. നിന്നെ അറിയാതെ പോയ വെറും ഒരു പാഴ്ജന്മം. ബഷയോളം ഇവളോളം നീ എൻ്റെ ഉള്ളിൽ തുറന്നെടുത്തടാ. പൊറുക്കണം നീ എന്നോട്. എബിയുടെ മുഖം പിടിച്ചെടുത്ത് അവന്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് കരയുമ്പോൾ വജ്രയുടെ കരച്ചിലിന്റെ ശക്തി കൂടി. ആത്മാർഷത്തിന്റെ അങ്ങേയറ്റത്തെത്തിരുന്നവൾ മനസ്സിൽ തുടിച്ചു പൊന്തിയ സന്തോഷത്തിരയിൽ മുങ്ങി നിവരികയായിരുന്നു എബി ആ നിമിഷങ്ങളിലൊക്കെയും. എന്റെ വജ്രക്ക് നിന്നേക്കാൾ നല്ലതായിട്ട് മറ്റൊന്നും എനിക്ക് കിട്ടാനില്ല എബി. നേരോ കാലോ മുഹൂർത്തം ഒന്നും നോക്കാതെ പറയടാ, ഈ ജന്മം നിനക്കാണ്. നിന്റെ മാത്രമാണ് അവള്. ഹൃദയം മുറിച്ചെടുത്തു കൊടുത്തു. ജീവനറ്റു പോകുമെന്നായിട്ടും അവൻ ദാനം തന്ന ആ ജീവൻ അവന് തന്നെ തിരികെ നൽകണമെന്ന അന്തരാത്മാവിന്റെ അലമുറയിടലിൽ കേൾക്കാതിരിക്കാൻ കഴിയില്ല. മുഖത്തേക്ക് നോക്കാതെ വജ്ര എന്ന തന്റെ പ്രണയത്തുടിപ്പിനെ എബിയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് കണ്ണുകൾ ഇറുക്കെ പൂട്ടി പ്രണവ് എബിയെ ആഞ്ഞു കെട്ടിപ്പിടിച്ചു. കരയുകയായിരുന്നു എബിയും. അവൻ വജ്രയെ തന്നിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു. നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ. ആ തിരിച്ചറിവിൽ വേദനയെല്ലാം വിസ്മരിച്ചു പോയിരിക്കുന്നു. അറിയാതെയായിരിക്കുന്നു. അവനെന്റെ പ്രിയപ്പെട്ടവനായിരിക്കുന്നു. ഒരൊറ്റ നിമിഷത്തിൽ എബിയിൽ നിന്നകന്നു മാറി വജ്രയുടെ സ്കാഫ് വലിച്ചെടുത്ത് എബിയുടെ വയറിന് താഴെ വലിച്ചു കെട്ടിക്കൊടുക്കുമ്പോൾ പ്രണവിന്റെ കൈ വിറച്ചിരുന്നു. തനിക്ക് വേണ്ടി ചിന്തിയ ചോരയാണ് മേലാസകലവും. ഉയിര് പൊള്ളും പോലെ പ്രണവ് ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് 2 കൈ കൊണ്ട് മുഖം അമർത്തി തുടച്ചു. ആ ശബ്ദം മറ്റെന്തോ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇത്രയും നേരം കൂടെ അവരിങ്ങോട്ട് എത്തേണ്ടതല്ലേ? നീ വാ, ഇത്തിരി നേരം അവൾ അപ്പുറത്തേക്ക് ഇരിക്കാം. കാടുചെടി തിങ്ങിൽക്കുന്നുണ്ടോ? പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. എബിയെ താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്ന നേരം അവന് വേദനിക്കുന്നുണ്ടോ എന്ന ആശങ്കയോടെ പ്രണവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇതേ ജിംബോടിയാ മോനെ, അത്ര വേഗമൊന്നും ഇളമ്പത്തൂല. നീ പേടിക്കേണ്ടടാ കൂട്ടുകാരാ, അല്ലേടി? തന്നെ നോക്കുന്ന പ്രണവിന്റെ കണ്ണുകളെ ഉള്ളു തുറന്ന് സ്നേഹം നിറച്ചു നോക്കി കുസൃതി പറയുമ്പോൾ എബിക്കെന്തോ
അതുവരെയുള്ള അവശ്യത മാറി മനസ്സിന് വല്ലാത്തൊരു ഊർജം കിട്ടിയതുപോലെയായിരുന്നു. കൂടെ നടക്കുന്ന വജ്ര കരച്ചിലിനിടയിലും പതിയെ ചിരിച്ചുപോയി. ആളുടെ ഉള്ളിലെ സന്തോഷം മറുകര കാണുന്നില്ലെന്ന പോൽ നീണ്ടു പരന്നങ്ങനെ അലതള്ളുകയാണ്. ഇതായിരുന്നില്ലേ താൻ ആഗ്രഹിച്ച പ്രണവും എബിയും? പരസ്പരം കളങ്കമില്ലാത്ത സൗഹൃദം പങ്കിടുന്ന അവരിരുവരും. ഈ കടന്നു വന്ന പരീക്ഷണമെല്ലാം ഈ നിമിഷത്തിലേക്ക് വന്നു ചേരാനുള്ളതായിരിക്കണം. സംഭവിച്ചതും സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്നല്ലേ? കണ്ണുകൾ തുടച്ച് പുഞ്ചിരിയോടെ തലയിരിച്ച് നോക്കി ഇരുവരെയും. ഇവിടുന്ന് രക്ഷപ്പെട്ട ഇനിയും പോയി കുറെ പേർക്കൊക്കെ ലിഫ്റ്റ് കൊടുക്കണം പൊന്നുമോന്. അടുത്ത വല്ല കൊള്ളക്കാരാണോ? ഇപ്പൊ ഈ ജിംബോണി നിന്ന് നീണ്ടിടക്കുന്ന ഈ നാവും വെട്ടിയെടുത്തവർ മറിച്ച് വിറ്റോളൂ. അതോട് അഹങ്കാരം തീരുമല്ലോ. എവളെ ഞാൻ വല്ല ആശ്രമത്തിലും കൊണ്ടായി കൊടുത്തോളാം. അവന്റെ ഒടുക്കത്തെ ഒരു പരോപകാരം. നീ ആരാടാ? ചോദിച്ച ഉടനെ കവച കുണ്ടലങ്ങൾ പറിച്ചെടുത്തു കൊടുത്ത കർണനോ? നടക്കുന്നതിനിടയിൽ പല്ലിയരിച്ചമർത്തിയ പിയോട് മുരളുമ്പോഴും അവന്റെ ഷർട്ടിന് മുകളിലൂടെ പല ഭാഗത്തായി ചോരയൊലിക്കുന്ന കാഴ്ചയിൽ പ്രണവിന്റെ നെഞ്ച് വലിഞ്ഞു മുറുകയായിരുന്നു. നിഷ്പ്രയാസമായി തിരിച്ചറിയാൻ എബിക്കും വിജയിക്കും കഴിയാതിരിക്കുമോ? ഇരുവരും നോവ് തിങ്ങിയ ചിരിയോടെ പരസ്പരം ഒന്ന് നോക്കി. കർണനായന ഞാൻ എന്റെ വജ്രം നിന്നെ സഹോദരനായിട്ട് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്നിന് എന്റെ ജീവനവർ കൊണ്ടുപോകുമെന്ന് ഉറപ്പായ അതിനൊരു നിമിഷം മുന്നെങ്കിലും എന്റെ ഹൃദയമായ ഇവിടെ നിന്നിലേക്ക് പറിച്ചു വെച്ച് തന്നിട്ട് നിറഞ്ഞ മനസ്സോടെ യാത്ര ചോദിച്ചാണ് പ്രണവ് ഞാൻ. പക്ഷെ കഴിയില്ലല്ലോ അതിന്. അവൾക്ക് എന്നെ അല്ലാതെ ആ സ്ഥാനത്ത് മറ്റാരെയും പ്രണയിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ലല്ലോ. എന്റെ ആണെന്നല്ലാതെ മറ്റൊന്ന് ചിന്തിക്കാൻ എനിക്കും കഴിയുന്നില്ലടാ. ജീവൻ പോയിരുന്നെന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് ഞാനും. എനിക്ക് അവളെ വേണം പ്രണവ്. എനിക്ക് അവളോടൊപ്പം ജീവിക്കണം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ജഡം പോലെ ജീവിക്കാൻ അവൾക്ക് കഴിയൂ. അതിലും ഭേദം മരിക്കുകയാണെന്ന് അവളും കരുതൂ. നീ പിന്നെ ജീവിച്ചിരിക്കുമോ? ഇല്ലെന്ന് അവൾക്കറിയില്ലെങ്കിലും ഈ എനിക്കറിയാം. പിന്നെ മണ്ണോടടിഞ്ഞാൽ എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുമോ? എനിക്ക് ചുറ്റുമുള്ള, നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ടവരുടെ സങ്കടം എബിൻ മാത്യൂസിൻ്റെ കല്ലറക്കുള്ളിൽ മുള്ളുവേല് തീർക്കും. ജന്മജന്മാന്തരങ്ങളിൽ പോലും എന്നെ വരിഞ്ഞു മുറുക്കിയത് മോക്ഷം കിട്ടാതെ കടിച്ചമർത്തുന്നു. നമുക്ക് രക്ഷപ്പെടണം, ജീവിക്കണം, നിനക്കൊരു ഭാവി ഉണ്ടാവണം. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പ്രണവിന് മറുപടി എടുക്കാതെ അവന് നെറ്റിയിൽ പതിയെ നെറ്റിമുട്ടിച്ചു. വേദനയിലും പുഞ്ചിരിച്ചു. കൈത്തണ്ടയിൽ നിന്ന് കിനിഞ്ഞു വരുന്ന ചോര തുടച്ചു മാറ്റി എബിയുടെ കവിളിൽ പതിയെയും തട്ടി മുഖം തിരിച്ചു പ്രണവ്. കയ്യിൽ മുള്ളിന്റെ ചെറിയ തരികൾ പറ്റിപ്പിടിച്ച വേദന കാണുമ്പോൾ തന്നെ സഹിക്കാനാവുന്നില്ല. അപ്പോഴത് കുത്തിക്കേറിയ അവന്റെ അവസ്ഥയോ? എങ്ങനെ നിനക്ക് വേദന സഹിച്ചു പിടിച്ചിരിക്കാൻ കഴിയുന്ന എബി? എനിക്കത് കാണാൻ കഴിയുന്നില്ലടാ. നീ ഒത്തിരി നല്ലതാ, ഒത്തിരി ഒത്തിരി. മാനസിക സംഘർഷം കൊണ്ട് ചുണ്ട് കടിച്ചു പിടിച്ച് പ്രണവ് മറ്റെങ്ങോ നോക്കി. പെട്ടെന്ന് ശരീരം മുലഞ്ഞുകൊണ്ട് പകപ്പോടെ നോക്കി അവന്റെ ശ്വാസം ഒന്ന് വിലങ്ങി. വജ്രയുടെ തൊട്ടരിയിൽ ഒരു വലിയ പാമ്പ് അതിന്റെ കഴുത്തിൽ പിടിമുറുക്കി വല്ലാത്തൊരു ഭാവത്തോടെ എബിയും. ആൾക്ക് മുന്നിൽ നിന്ന മരത്തിലാണ് അതിന്റെ ബാക്കി ഉടൽ. ഏതോ സിനിമയിൽ കണ്ട രംഗം ഓർത്തുപോയി. ഉടലൊന്ന് വിറച്ചു. വജ്രയാണെങ്കിൽ ശ്വാസം എടുക്കാൻ പോലും മറന്ന് പൂങ്കുല പോലെ വിറക്കുന്നു. എബി പതിയെ പാമ്പിന്റെ തല പിടിച്ച പോലെ വാലിൽ കൂടെ പിടുത്തമിട്ടു. അതിന്റെ പിടയലിൽ എബി ഒരു നിമിഷം ഭയന്നുപോയെങ്കിലും ധൈര്യം വീണ്ടെടുത്ത് ഉൾക്കാട്ടിലേക്ക് വീശി എറിഞ്ഞു. ശരീരത്തിൽ അനുഭവപ്പെട്ട വേദന കൊണ്ട് കുനിഞ്ഞു പോയി. അപ്പോഴേക്കും വജ്ര ഓടി വന്ന അവളുടെ ഉദരത്തിലേക്ക് അവന്റെ തല ചേർത്ത് പിടിച്ച് സകല സങ്കടവും പൊട്ടിത്തെറിക്കുമാറി കരഞ്ഞുപോയി. പ്രണവ് നിറഞ്ഞ കണ്ണ് അമർത്തി തുടച്ച് പുഞ്ചിരിച്ചു. ഏതവസ്ഥയിലും ആവട്ടെ, ആൾക്ക് ചുറ്റും അവൻ വരച്ചു തീർത്തൊരു ലക്ഷ്മണ രേഖയുണ്ട്. സംരക്ഷണ വലയം. ഒരു ശക്തിക്ക് അവളെയൊന്ന് സ്പർശിക്കാൻ പോലും കഴിയില്ലെന്ന പോലെ ദൃശ്യമായും അദൃശ്യമായും നിൽക്കുന്നവന്റെ ദൃഷ്ടി. അത് മതി, അതൊന്നു മാത്രം മതി. പ്രിയപ്പെട്ടവളെ, നിനക്കായി ഇതിലും വലിയൊരു സമ്മാനം തരാനുണ്ടോ? അവന്റെ സന്തോഷം. അതല്ലേ എനിക്ക് തരാനാവുന്നു. നിറഞ്ഞ മനസ്സോടെ ഞാൻ അതിനായി ഇനി ഓരോ നിമിഷവും നിലകൊള്ളും. നിന്റെ എബി, ഇനി എന്റെയും. ചിരിയോടെ മൂക്ക് വലിച്ച് കണ്ണുകൾ ഒരിക്കൽ കൂടി അമർത്തി തുടച്ചാൻ കുറച്ചപ്പുറത്തേക്ക് മാറിയിരുന്നു. കരയാതെ, എനിക്ക് ഒന്നുമില്ലടി. നിവർന്നീന്ന് വജ്രയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ആ മുഖം തുടച്ചു കൊടുക്കുമ്പോൾ അത്രമേൽ ആർദ്രമായിരുന്ന എബിയുടെ ശബ്ദം. ഏങ്ങളടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ പെരുവിരലൂന്നി അവന്റെ ചുണ്ടുകളിലേക്ക് പതിയെ മുത്തുമ്പോൾ അതുവരെ ഉള്ളിൽ തിരയടിച്ചുകൊണ്ടിരുന്ന ഭയവും സംഘർഷവും ഒക്കെ അവളുടെ കണ്ണീരിൽ ഇഴചേർന്നിരുന്നു. ഒരൊറ്റ സെക്കൻഡ് മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ആ ചുംബനത്തിൽ നിന്ന് അവൾ പിൻവാങ്ങുമ്പോൾ എബി ഞെട്ടലോടെ ബോധത്തിലേക്ക് വന്ന് പ്രണവിനെ തിരിഞ്ഞ് പിടച്ചിലോടെ കണ്ണുകൾ പായിച്ചു. കുറച്ചപ്പുറത്തേക്ക് നോക്കി പിന്തിരിഞ്ഞിരിപ്പാണ് ഇപ്പോഴും അവൻ. ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ച് പുഞ്ചിരി ഒതുക്കി പിടിച്ച് തന്നിൽ നിന്ന് കണ്ണുകൾ അടർത്താതെ വിതുമ്പി നിൽക്കുന്ന പെണ്ണിനെ നിറഞ്ഞ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നോക്കി. ആ ഭംഗിയാർന്ന താടിയിൽ വലത് കൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ടുയർത്തി പതിയെ, വളരെ പതിയ അധരങ്ങളാൽ തൊട്ടു. ആൾ കണ്ണുകൾ അടച്ചു. നിമിഷാർദ്ധത്തിൽ അവന്റെ ചുണ്ടുകൾ ആ നെറ്റിത്തടത്തിൽ അമർന്നു നിന്നു. ദീർഘമായൊരു നെടുവീർപ്പുതിർന്നു. ജീവിക്കണം, നമുക്ക് ജീവിക്കണം. എന്തു വന്നാലും നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടും. ഞാനല്ലേ പറയുന്നത്. പേടിക്കാതെ. നിന്റെ ഈ നോട്ടം എനിക്ക് എത്രത്തോളം എനർജി നൽകുന്നുണ്ടെന്നറിയോ?
ഇതൊന്നും വേദനിക്കുന്നില്ല എനിക്കിപ്പോ. ട്രസ്റ്റ് മീ. നീ അടുത്തുള്ളപ്പോൾ എനിക്ക് എന്ത് ധൈര്യമാണെന്നറിയോ? കാവിലേക്ക് മുഖം അടുപ്പിച്ചവൻ ചുണ്ടമർത്തി കണ്ണുനീരടർത്തിക്കൊണ്ട് ആളുടെ മിഴികളടയുമ്പോൾ ഇരുവരുടെയും കൈവിരലുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞിരുന്നു. ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ഒന്നിച്ച് എന്ന് പറയും പോലെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.